പലതരം സസ്യങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ചും പാരമ്പര്യങ്ങളെക്കുറിച്ചും ഗവേഷണം നടത്തിയിരുന്ന ഒരാളായിരുന്നു നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ഹ്യൂഗോ ഡെവ്രീസ്. പാൻജനസിസ് എന്ന ഡാർവിൻ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന അദ്ദേഹം താൻ നടത്തിയിരുന്ന പഠനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് 1900 ചില റഫറൻസുകൾക്കിടയിൽ ഒരു അമൂല്യ വസ്തു കണ്ടെത്തുന്നത്. ഇതേ അമൂല്യ വസ്തു ജർമ്മൻ സസ്യശാസ്ത്രജ്ഞനും ജനിതക ശാസ്ത്രജ്ഞനുമായിരുന്ന കാൾ കോറൻസിനും ഓസ്ട്രിയക്കാരനായ എറിക് വോൺ ഷെർമാക് എന്ന കൃഷിശാസ്ത്രജ്ഞനും അന്ന് ലഭിച്ചിരുന്നു. ബയോളജിയിൽ അന്നേ വരെ എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉപയോഗിച്ച് നിരീക്ഷണങ്ങളെ രേഖപ്പെടുത്തിയ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു റിസർച്ച് പേപ്പർ ആയിരുന്നു അത്. ആരും ശ്രദ്ധിക്കാതെ പൊടി പിടിച്ച് കിടന്നിരുന്ന ആ റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തതാകട്ടെ അതിനും 34 വർഷങ്ങൾക്ക് മുമ്പ് 1866 കാലത്തിന് മുന്നേ സഞ്ചരിച്ച ആ റിസർച്ച് പേപ്പർ എഴുതിയത് ആധുനിക ജനിതക ശാസ്ത്രത്തിന്റെ പിതാവെന്ന് പിന്നീട് ലോകം വാഴ്ത്തിപ്പാടിയ ഗ്രിഗർ മെൻഡൽ എന്ന പുരോഹിതനായിരുന്നു. പയർ ചെടികളിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളെയും തുടർന്ന് അതിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്ന വിശ്വവിഖ്യാതമായ കണ്ടെത്തലുകളെയും വളരെ മനോഹരമായി അവതരിപ്പിച്ച ആ റിസർച്ച് പേപ്പർ ആധുനിക ജനിതക ശാസ്ത്രത്തിന് പിന്നീട് ഒരു അടിത്തറയായി. 1822 ജൂലൈ 20 ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്കിലാണ് ഒരു കർഷക കുടുംബത്തിൽ ഗ്രിഗർ മെൻഡലിന്റെ ജനനം. തന്റെ കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയും പല ആരോഗ്യ പ്രശ്നങ്ങളും കാരണം പലപ്പോഴും പഠനം തടസ്സപ്പെട്ട അദ്ദേഹം 1843 ഒക്ടോബറിലാണ് ബ്രൂണിലെ സെന്റ് തോമസ് അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ ചേർന്ന് തന്റെ സന്യാസ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ശാസ്ത്ര പഠനത്തെയും ഗവേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന അവിടുത്തെ ചുറ്റുപാട് സസ്യങ്ങളിലും കൃഷിയിലും താല്പര്യമുള്ള അദ്ദേഹത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. 1847 തന്റെ പുരോഹിത പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം അധ്യാപകനായി സേവനമനുഷ്ഠിക്കാൻ ആരംഭിച്ചെങ്കിലും 1851 മുതൽ 53 വരെ ഓസ്ട്രിയയിലെ തന്നെ വിയന്ന സർവകലാശാലയിൽ ഫിസിക്സിലും കണക്കിലും ബോട്ടണിയിലും സ്റ്റാറ്റിസ്റ്റിക്സിലുമെല്ലാം ധാരാളം പഠനങ്ങൾ നടത്തി. പിന്നീട് അദ്ദേഹം നടത്തിയ പ്രധാന ഗവേഷണങ്ങളിലെല്ലാം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗം വളരെ നിർണായകമായിരുന്നു. ജീവശാസ്ത്ര പഠനങ്ങൾക്ക് അന്നേ വരെ അധികം ആരും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിരുന്നില്ല. 1856 മുതൽ 63 വരെ നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ പഠനങ്ങളെ മറ്റു പഠനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തിയതും അതിൽ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്ത സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. പാരമ്പര്യ ശാസ്ത്രത്തിലുള്ള തന്റെ പഠനങ്ങൾ നടത്താൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് പയർ ചെടികളെ ആയിരുന്നു. പയർ ചെടികൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പക്ഷെ തെറ്റിപ്പോയേക്കാം. പൈസം സറ്റൈവം എന്ന നമ്മൾ ഗ്രീൻ പീസ് എന്ന് വിളിക്കുന്ന ചെടിയെയാണ് അദ്ദേഹം ഇതിനായി തിരഞ്ഞെടുത്തത്. ഈ ചെടി തന്നെ പരീക്ഷണങ്ങൾക്കായി തിരഞ്ഞെടുക്കാൻ പ്രത്യേകം കാരണങ്ങളും ഉണ്ടായിരുന്നു. വളർത്താൻ വളരെ എളുപ്പമാണ് എന്നുള്ളതായിരുന്നു അതിലെ ആദ്യത്തെ കാരണം. ഓരോ തലമുറകളിലും ഈ ചെടികൾക്ക് വരുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല. അതായത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ ഈ ചെടികൾക്ക് അധികം കാലതാമസം വേണ്ട എന്നുള്ളതായിരുന്നു മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ. അതുമാത്രമല്ല, ഒരു ഗ്രീൻ പീസ് ചെടിയെ മറ്റൊരു ഗ്രീൻ പീസ് ചെടിയിൽ നിന്നും വളരെ വ്യക്തമായി വേറിട്ട് നിർത്തുന്ന പല സ്വഭാവ സവിശേഷതകളും പലയിനം ഗ്രീൻ പീസ് ചെടികളിലും അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ചെടിയുടെ ഉയരം, വിത്തിന്റെ ആകൃതി, വിത്തിന്റെ നിറം, പൂവിന്റെ സ്ഥാനം, വിത്തുകൾ സൂക്ഷിക്കുന്ന പോഡിന്റെ ആകൃതി, അതിന്റെ നിറം എന്നിവയെല്ലാം അദ്ദേഹം നിരീക്ഷിച്ച പല സ്വഭാവ സവിശേഷതകളായിരുന്നു. നമ്മുടെ വീടുകളിൽ പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ കുഞ്ഞിന്റെ മൂക്ക് അച്ഛൻ്റെതുപോലെ ഇരിക്കുന്നു, കുഞ്ഞിന്റെ കണ്ണ് അമ്മയുടേതുപോലെ ഇരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അത്തരത്തിൽ പയർ ചെടികളുടെ പാരന്റ് ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് എങ്ങനെ ഏതെല്ലാം രീതിയിലാണ് അവയുടെ സ്വഭാവ സവിശേഷതകൾ കൈമാറുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പഠനം. കുഞ്ഞിന്റെ കണ്ണിന്റെയും മൂക്കിന്റെയും എല്ലാം ആകൃതി പോലെ ഗ്രീൻ പീസ് ചെടിയിലുള്ള ഞാൻ ആദ്യം പറഞ്ഞ 7 സവിശേഷതകളാണ് മെൻഡൽ നോട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഏകസങ്കര പരീക്ഷണങ്ങൾ, അതായത് മോണോ ഹൈബ്രിഡ് ക്രോസ് പരീക്ഷണങ്ങളിൽ അദ്ദേഹം 7 ക്യാരക്ടറുകളിൽ ഒരു സമയം ഒന്നിനെ മാത്രമാണ് നിരീക്ഷിച്ചത്. ഇത്തരത്തിൽ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്താനായി അദ്ദേഹം തെരഞ്ഞെടുത്ത ചെടികൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഉയരം കൂടിയ ഒരു ചെടിയുടെ പൂമ്പൊടി ഉയരം കൂടിയ മറ്റൊരു ചെടിയിൽ നിക്ഷേപിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് ലഭിച്ച വിത്തുകളിൽ ഒരു കൺസിസ്റ്റൻസി കുറവ് അനുഭവപ്പെട്ടിരുന്നു. അതായത് ഉയരം കൂടിയ 2 ചെടികളിൽ നടക്കുന്ന പരാഗണത്തിലൂടെ ഉണ്ടായ ചെടികൾ എല്ലാം ഉയരം കൂടിയ ചെടികളായിരുന്നില്ല. ഇതിൽ നിന്നാണ് തന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു പാരന്റ് ജനറേഷനെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ആശയത്തിലേക്ക് അദ്ദേഹം എത്തിയത്. ഇതിനായി അദ്ദേഹം സ്വീകരിച്ച മാർഗം വളരെ എളുപ്പമായിരുന്നു. ഉയരം കൂടിയ 2 ചെടികൾ തമ്മിൽ പരാഗണം നടത്തിയപ്പോൾ കിട്ടിയ വിത്തുകൾ ഉണ്ടല്ലോ, ആ വിത്തുകൾ മുളപ്പിച്ചപ്പോൾ കിട്ടിയ തൈകളിൽ നിന്നും ഉയരം കൂടിയ ചെടികൾ മാത്രം സെലക്ട് ചെയ്ത് അദ്ദേഹം വീണ്ടും പരാഗണം നടത്തി.
അങ്ങനെ കിട്ടിയ വിത്തുകൾ മുളപ്പിച്ചപ്പോൾ കിട്ടിയ ചെടികളിൽ നിന്നും ഉയരം കൂടിയവയെ മാത്രം സെലക്ട് ചെയ്ത് അദ്ദേഹം വീണ്ടും പരാഗണം നടത്തി. ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വിത്തുകളെല്ലാം തന്നെ ഉയരം കൂടിയ ചെടികളെ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ പ്രോസസ്സ് അവസാനിപ്പിക്കുകയും ആ ചെടികളെ പാരന്റ് ജനറേഷനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതേ പ്രോസസ്സ് അദ്ദേഹം മറ്റ് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ചെടികളിൽ നടത്തിയിരുന്നു. അതായത് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഉയരം കുറഞ്ഞ ചെടികളെയും ഉരുണ്ട വിത്തുള്ള ചെടികളെയും ചുളിവുകളുള്ള വിത്തുകളുള്ള ചെടികളെയും പൂക്കളുടെ നിറങ്ങളുടെ അടിസ്ഥാനത്തിലും എല്ലാം ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റൽ ജനറേഷനെ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. ഇവയെ അദ്ദേഹം ട്രൂ ബ്രീഡിംഗ് ലൈൻസ് അല്ലെങ്കിൽ പ്യുവർ ലൈൻസ് എന്ന് വിളിച്ചു. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന പരീക്ഷണങ്ങളുടെ ആരംഭം. മോണോ ഹൈബ്രിഡ് ക്രോസുകളാണ് അദ്ദേഹത്തിന്റെ പഠനത്തിലെ ആദ്യ അധ്യായം. ചെടികളുടെ ഏതെങ്കിലും ഒരൊറ്റ ക്യാരക്ടർ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു അത്. ഉദാഹരണത്തിന് അദ്ദേഹം ഉയരം എന്നൊരു ക്യാരക്ടർ തിരഞ്ഞെടുത്തു. പ്യുവർ ലൈനായ ഉയരം കൂടിയ ചെടിയെയും പ്യുവർ ലൈനായ ഉയരം കുറഞ്ഞ മറ്റൊരു ചെടിയെയും അദ്ദേഹം പാരന്റായി സെലക്ട് ചെയ്തു. ഇവ തമ്മിൽ നടത്തിയ പരാഗണമാണ് അദ്ദേഹം ആദ്യം പഠിച്ചത്. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ വിത്തുകളിൽ നിന്ന് മുളച്ചു വന്ന ചെടികൾ ഉയരം കൂടിയവയായിരുന്നു. അതായത് പ്യുവർ ലൈൻ ആയിട്ടുള്ള ഉയരം കൂടിയ ചെടിയെയും ഉയരം കുറഞ്ഞ ചെടിയെയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഉയരം കുറഞ്ഞ ഒരൊറ്റ ചെടിയെ പോലും കിട്ടിയില്ല. ഇതേ ക്രോസിംഗ് മെത്തേഡ് അദ്ദേഹം മറ്റു സ്വഭാവങ്ങൾ ഉപയോഗിച്ചും പഠിച്ചു. അതായത് ചെടിയുടെ ഉയരം മാത്രമല്ല, വിത്തിന്റെ ആകൃതിയും വിത്തിന്റെ നിറവും, നേരത്തെ പറഞ്ഞ വിത്തുകൾ ഉൾക്കൊള്ളുന്ന പോഡിന്റെ നിറം, അതിന്റെ ആകൃതി, പൂക്കളുടെ നിറം, പൂക്കളുടെ സ്ഥാനം എന്നിങ്ങനെ എല്ലാ ക്യാരക്ടർ ഉപയോഗിച്ചും അദ്ദേഹം ഈ പഠനങ്ങൾ ആവർത്തിച്ചു. ഈ ക്രോസുകളിലെല്ലാം തന്നെ ഉണ്ടായ വിത്തുകൾ ഒരേ തരത്തിലുള്ള സ്വഭാവമുള്ള സസ്യങ്ങളെ മാത്രം ഉണ്ടാക്കാൻ കഴിവുള്ളവയായിരുന്നു. ഇത്തരത്തിൽ നടക്കുന്ന ക്രോസുകളിൽ നിന്നും ഉണ്ടാകുന്ന ചെടികളിൽ ഒരു ക്യാരക്ടർ മറ്റേതിനേക്കാൾ എപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ കണ്ടെത്തലിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാരമ്പര്യ നിയമമായ പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് രൂപപ്പെടുന്നത്. പാരന്റൽ ജനറേഷനിലുള്ള ഏതെങ്കിലും ഒരു ചെടിയുടെ സ്വഭാവം മാത്രമാണ് അടുത്ത തലമുറയിൽ പ്രതിഫലിക്കുക എന്നും ആ സ്വഭാവം മറ്റു സ്വഭാവത്തിനെ ഇത്തരത്തിൽ മറച്ചു വെക്കുന്നതാണെന്നും അദ്ദേഹം കണ്ടെത്തി. ഇങ്ങനെ ഈ സ്വഭാവങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് ജീനുകൾ വഴിയാണെന്ന് പിന്നീട് തെളിഞ്ഞു. എങ്കിലും ഇതിനെ മെന്റൽ വിളിച്ചത് ഫാക്ടേഴ്സ് എന്നാണ്. ഓരോ ഇൻഡിവിജ്വലിലുമുള്ള ചില ഫാക്ടേഴ്സ് ആണ് അവയിൽ നിന്നും ഉണ്ടാകുന്ന അടുത്ത തലമുറയുടെയും സ്വഭാവങ്ങൾക്ക് കാരണമാകുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്തായാലും മോണോ ഹൈബ്രിഡ് ക്രോസിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ചെടികളെ അദ്ദേഹം F1 ജനറേഷൻ അഥവാ ഫിലിയൽ ജനറേഷൻ എന്നാണ് വിളിച്ചത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഫിലിയൽ ജനറേഷനെ തമ്മിൽ വീണ്ടും പരാഗണം നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത പരീക്ഷണം. ഈ ക്രോസിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ചെടികളുടെ സ്വഭാവം വളരെ അപ്രതീക്ഷിതമായിരുന്നു. ആദ്യത്തെ ജനറേഷനിൽ ഇൻവിസിബിൾ ആയിരുന്ന, അതായത് കാണാൻ സാധിക്കാതിരുന്ന ഉയരം കുറഞ്ഞ ചെടികളെ ഇവിടെ അദ്ദേഹത്തിന് തിരികെ ലഭിക്കുകയാണ് ഉണ്ടായത്. അതായത് ഉയരം കൂടിയ രണ്ട് ചെടികളെ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ഉയരം കുറഞ്ഞ ചെടികൾ ഉണ്ടായി വരുന്നു. ഇവയ്ക്ക് ആ സ്വഭാവം കിട്ടിയത് അവയുടെ ഗ്രാൻഡ് പാരന്റ് ജനറേഷനിൽ നിന്നാണ്. നമുക്ക് പലർക്കും നമ്മുടെ അപ്പൂപ്പന്റെയോ അമ്മൂമ്മയുടെയോ ഒക്കെ മുഖച്ഛായയോ ഉയരമോ ഒക്കെ കിട്ടുന്നത് പോലെ ആദ്യത്തെ ജനറേഷനുകളിൽ ഒരുപക്ഷെ നമുക്കത് കാണാൻ കഴിയണമെന്നില്ല. പക്ഷേ പിന്നീട് ആ സ്വഭാവങ്ങൾ വരും തലമുറകളിൽ തെളിഞ്ഞു വരും. ഈ പ്രതിഭാസത്തെ മെന്റൽ വിശദീകരിച്ചത് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന നിയമത്തിലൂടെയാണ്. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ലഭിക്കുന്ന ഓരോ ഫാക്ടറുകൾ കുഞ്ഞുങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു ജോഡിയായി കാണപ്പെടുന്നുവെന്നും അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ, അതായത് പൂമ്പൊടിയും എഗ്ഗുമായി രൂപപ്പെടുന്ന സമയത്ത് ഈ ജോഡികൾ വേർപിരിയുന്നു എന്നും ഇങ്ങനെ രൂപപ്പെടുന്ന ഓരോ ഗാമീറ്റിലും ഈ ജോഡിയിൽ നിന്നുള്ള ഓരോ ഫാക്ടറുകൾ വേർപിരിഞ്ഞാണ് എത്തുന്നതും എന്നാണ് ഈ നിയമം പറയുന്നത്. ഇതുകൂടാതെ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളെ ഒരുമിച്ച് നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പഠനങ്ങളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടറുകൾ അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഒരു ക്യാരക്ടറിന് കാരണമായ ഫാക്ടേഴ്സ് മറ്റൊരു സ്വഭാവത്തിന് കാരണമായ ഫാക്ടേഴ്സിനെ ആശ്രയിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വേർതിരിയുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്നും അറിയപ്പെട്ടു. ഈ പരീക്ഷണങ്ങൾ നടത്താൻ മെന്റൽ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഉപയോഗിച്ചത്. മാതൃസസ്യത്തിൽ നിന്നും വളരെ സൂക്ഷ്മതയോടെ പൂമ്പൊടി നീക്കം ചെയ്യുകയും ആർട്ടിഫിഷ്യലായി അദ്ദേഹം പോളിനേറ്റ് ചെയ്ത പൂക്കളെ കൃത്യമായി കവർ ചെയ്ത് ക്രോസ് പോളിനേഷൻ തടയുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. ഇത് അദ്ദേഹത്തിന് ലഭിച്ച റിസൾട്ടുകളെ കൃത്യവും വിശ്വാസയോഗ്യവുമാക്കി. ഡാർവിൻ ഏകദേശം അതേ കാലത്ത് അവതരിപ്പിച്ച പാൻജനസിസ് എന്ന അദ്ദേഹത്തിന്റെ തിയറിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു മെന്റലിന്റെ ഈ കണ്ടെത്തലുകൾ.
ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് എങ്ങനെയാണ് സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യ ഗുണങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നതിന് ഇതിലും ക്ലിയർ കട്ടായിട്ടുള്ള ഒരു വിശദീകരണം അന്നേ വരെ ആരും നൽകിയിരുന്നില്ല. 1866 ബ്രൂണിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ജേണലിലാണ് എക്സ്പെരിമെന്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ എന്ന പേരിൽ അദ്ദേഹം തന്റെ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. അന്നത്തെ ആശയവിനിമയ സംവിധാനങ്ങളുടെ കുറവും അദ്ദേഹം തന്റെ റിസർച്ച് പ്രസിദ്ധീകരിച്ച ജേണലിന്റെ പ്രചാരമില്ലായ്മയും എല്ലാം തന്നെ ലോക ശ്രദ്ധയിൽ നിന്ന് റെവല്യൂഷണറി ആയിട്ടുള്ള ഈ പഠനങ്ങളെ പിന്നോട്ട് വലിച്ചു. അതിലുപരി അദ്ദേഹത്തിന്റെ പഠനത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസുകളെല്ലാം തന്നെ അന്നത്തെ ശാസ്ത്രലോകത്തിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. നീണ്ട 34 വർഷം കുപ്പത്തൊട്ടിയിലെ മാണിക്യമായി കിടന്നിരുന്ന ഈ പഠനങ്ങൾ പുറം ലോകം അറിയുവാൻ 1900 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഈ പഠനങ്ങൾ കണ്ടെത്തിയ ഹ്യൂഗോ ഡിവ്രീസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാക് എന്നീ 3 ശാസ്ത്രജ്ഞരുടെ റിസർച്ച് പേപ്പറുകളിൽ മെന്റലിന്റെ പഠനങ്ങളെ അവർ സൈറ്റ് ചെയ്യുകയും അദ്ദേഹം രൂപീകരിച്ച പാരമ്പര്യ നിയമങ്ങളെ ലോകത്തിനു മുന്നിൽ വിശദീകരിക്കുകയും ചെയ്തു. 3 പതിറ്റാണ്ട് മുമ്പ് മെന്റൽ രൂപീകരിച്ച നിയമങ്ങളാണ് അവ എന്ന് തുറന്നു സമ്മതിക്കാൻ അവർ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തെ മോഡേൺ ജെനറ്റിക്സിന്റെ പിതാവായി ശാസ്ത്രലോകം അംഗീകരിക്കുകയും ചെയ്തു. മെന്റലിന്റെ പഠനങ്ങൾ ശാസ്ത്രലോകത്തിന് നൽകുന്നത് വലിയൊരു പാഠമാണ്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച അദ്ദേഹത്തെ കേൾക്കാനോ അദ്ദേഹത്തിന്റെ ഒരു ജീനിയസ് മൈൻഡിനെ തിരിച്ചറിയാനോ കഴിവുള്ള ആരും തന്നെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതിന് നമ്മൾ കൊടുക്കേണ്ടി വന്ന വിലയോ 34 വർഷവും. ആ പഠനങ്ങൾ അന്നേ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ജനിതക ശാസ്ത്രം നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം വളർന്ന് പന്തലിച്ചിട്ടുണ്ടാവുമായിരുന്നു. ബഹിരാകാശത്തേക്ക് വിട്ട റോക്കറ്റ് 2 യന്ത്രക്കൈകൾ ഉപയോഗിച്ച് ഭൂമിയിൽ തിരിച്ചു പിടിക്കുന്ന ഇന്നത്തെ കാലത്ത് ശാസ്ത്രത്തിന്റെ വളർച്ചയെ അംഗീകരിക്കാതെ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന, കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള വളരെ മികച്ച സയന്റിഫിക് റിസർച്ചുകൾ എത്ര തന്നെ നടന്നാലും യാതൊരു പരീക്ഷണങ്ങളുടെയോ കൃത്യമായ തെളിവുകളുടെയോ പിൻബലമില്ലാതെ പുകയിൽ നിന്നും റിസൾട്ടുകൾ സൃഷ്ടിക്കുന്ന വ്യാജ സയന്റിസ്റ്റുകളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കളും ഉള്ളിടത്തോളം കാലം നമ്മളും നല്ലൊരു ഭാവിയിലേക്കുള്ള ദൂരം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര അവബോധമുള്ള ഒരു യുവതലമുറയും ആ തലമുറയെ കെട്ടിപ്പൊക്കാൻ മികച്ചൊരു ഭരണ സംവിധാനവും നമുക്കിടയിൽ നിന്നും ഉണ്ടാവട്ടെ. ജനിതക ശാസ്ത്രത്തിന്റെ വിശേഷങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം.